എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഈ 13 വയസ്സുകാരിയുടെ തലച്ചോറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെങ്കിൽ അവളുടെ മെന്റാലിറ്റി എത്രത്തോളം, സ്വന്തം ശരീരത്തിന് പോലും വില കൽപ്പിക്കാത്ത കുറേ പെണ്ണുങ്ങൾ എത്ര ലാഘവത്തോടെയാണ് പറയുന്നത് അവർ എന്നെ പീഡിപ്പിച്ചു എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വാർത്തയാണ് പത്തനംതിട്ടയിലെ ഒരു സംഭവം. കൂടെ പഠിക്കുന്ന 10ഓളം വരുന്ന സഹപാഠികൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ കള്ളപ്പരാതി കൊടുത്ത ഒരു 13 വയസ്സുകാരി. 13 വയസ്സെന്ന് പറയുമ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ഓർക്കണം. ഇത്ര ചെറുപ്പത്തില് അവർ ഇങ്ങനെ 10ഓളം വരുന്ന ചെറുപ്പക്കാർക്കെതിരെ ഇങ്ങനെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ്. കള്ളക്കേസ് തെളിയാനുള്ള കാരണം ഇതാണ്. പിന്നെ വൈദ്യ പരിശോധനയ്ക്ക് ആ കുട്ടിയെ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഒരു പീഡനം നടന്നിട്ടില്ല എന്ന് തെളിയുകയുണ്ടായി. പിന്നീടാണ് കാര്യം തിരക്കിപ്പോൾ പറയുന്നത് കൂടെ പഠിക്കുന്ന ഒരു പയ്യനോട് പ്രണയമാണ്. ആ പയ്യൻ തിരിച്ച് ആ കുട്ടിയെ മൈൻഡ് ചെയ്യുന്നില്ല, പ്രണയിക്കുന്നില്ല. അതിന്റെ പ്രണയ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കഥ കെട്ടിച്ചമച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് തെളിയുന്നത്. നിനക്കൊക്കെ ഉളുപ്പുണ്ടോടി? വീട്ടിൽ അപ്പച്ചട്ടിയിൽ അപ്പം ചുട്ട് തിന്നുന്ന ലാഘവത്തോടു കൂടിയാണ് പറയുന്നത് എന്നെ പീഡിപ്പിച്ചു എന്ന്. സ്വന്തം ശരീരത്തിന് വില കൽപ്പിക്കാത്ത നീയൊക്കെ വളർന്നു വന്നാലേ ഇന്റർനാഷണൽ പോക്ക് കേസുകളാവും, അതിന് ഒരു സംശയമില്ല. നീയൊക്കെ വളർന്നു വരുന്നതിന്റെ കാര്യം, നീയൊക്കെ വളർന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഇപ്പൊ തന്നെ കെട്ടിത്തൂങ്ങി ചത്തോ അല്ലെങ്കിൽ വല്ല ആറ്റിലോ കടലിലോ ചാടി മരിക്കുന്നതാണ് നല്ലത്. ചുമ്മാ നാട്ടുകാർക്ക് ഇങ്ങനെ തലവേദന ഉണ്ടാക്കി വെക്കാതെ. ഈ ഒരു കൊച്ചുകുട്ടി 13 വയസ്സായ ഒരു പെൺകുട്ടിക്ക് പോലും മനസ്സിലായി ഞാനിങ്ങനെ വ്യാജ പരാതി കൊടുത്താൽ ഞാനൊരു പെണ്ണല്ലേ, നിയമസാധ്യതകളും നിയമങ്ങളും എല്ലാം എനിക്ക് അനുകൂലമായിരിക്കും, അതുകൊണ്ട് ഏതൊരു പുരുഷനെയും നമ്മൾ കള്ളക്കേസിൽ കൊടുക്കാം അല്ലെങ്കിൽ ജയിലിനുള്ളിൽ അടയ്ക്കാം എന്നൊരു തോന്നലുണ്ടായി. ആ കൊച്ചുകുട്ടിക്ക് പോലും അത്ര ഒരു മൈൻഡ് ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ 10ഓളം വരുന്ന ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവൾ കള്ളപ്പരാതി കൊടുത്തത്. ബഹുമാനമുള്ള രമേശ് ചെന്നിത്തല സാറ്, ആഭ്യന്തരമന്ത്രി, അങ്ങേയറ്റ ബഹുമാനത്തോടെ ഞങ്ങൾ പറയുകയാണ്, ഒരു പെൺകുട്ടിയുടെ വ്യാജ പരാതിയിൽ കുടുങ്ങി 10ഓളം ചെറുപ്പക്കാരുടെ ജീവിതമാണ് നശിച്ചിരിക്കുന്നത്. കേസ് എന്താണെന്ന് ഏതാണെന്ന് അന്വേഷിക്കാതെ തന്നെ ആ ചെറുപ്പക്കാരെ പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. ഭരണം ഏതൊക്കെ മാറി വന്നാലും ശരി തന്നെ പോലീസുകാരെന്നും പോലീസുകാർ തന്നെയാണ്. പോലീസുകാർക്ക് ഒരു പരാതി കിട്ടുമ്പോൾ സ്റ്റേഷനിൽ വിളിക്കാം, കേസ് അന്വേഷിക്കാം, അതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യുക, എല്ലാം ചെയ്യാം. പക്ഷെ ആ കേസ് തെളിഞ്ഞെന്ന് തെളിയാത്ത പക്ഷം അയാളെ ഉപദ്രവിക്കുന്നതൊക്കെ വളരെ വലിയ തെറ്റ് തന്നെയാണ്. ബഹുമാനമുള്ള ആഭ്യന്തരമന്ത്രിയോടുള്ള ഒരു അപേക്ഷയാണ്, ഇനി 5 വർഷം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി ഒരിക്കലും ഒരു കള്ളക്കേസിൽ പോലും ഒരു ചെറുപ്പക്കാരും പോലീസിന്റെ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല എന്നോ. ഇത്തരത്തിലുള്ള പരാതികൾ കിട്ടുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാതെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇങ്ങനെ ഉപദ്രവിക്കുന്ന പോലീസുകാരെ ശരിക്കും പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ആ ചുമതലയുള്ള ആൾക്കാർ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പോലീസിന്റെ സേനയിൽ പോലും വച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ചെറുപ്പക്കാരുടെ വീട്ടിലെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടപ്പുറപ്പുകളുടെയൊക്കെ സങ്കടം.